അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭ്രാന്ത് പിടിപെട്ട കുട്ടിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അഭയം തേടിയ സ്വഹാബി വനിതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. عن ابن عباس أن امرأة جاءت بابن لها إلى رسول الله صلى الله عليه وسلم فقالت يا رسول الله صلى الله عليه وسلم إن ابني هذا به جنون وإنه يأخذه عند عدائنا وعشائنا فيفسد علينا فمسح رسول الله صلى الله عليه وسلم صدره ودعا فثأ ثأة قال عثمان بن فسألت أعرابيا فقال بعضه على أثر بعض وخرج من جوفه مثله الجرو الأسود. ഒരു സ്ത്രീ അവരുടെ കുട്ടിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഓ നബിയെ, രാവിലെയും വൈകുന്നേരവും എൻ്റെ കുട്ടിക്ക് ഭ്രാന്ത് പിടിപെട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ വല്ലാതെ വിഷമത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ നെഞ്ചിൽ തടവുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടുകൂടി ആ കുട്ടിയുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. പ്രഗത്ഭരായ മുഹദ്ദിസുകൾ ഈ ഹദീസ് എടുത്തുദ്ധരിക്കുന്നു. മുസ്നദുൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, 2 മുസന്നിഫ് ഇബ്നു ശൈബ, 3 ദലാഇലുൻ നുബുവ്വ ലിൽ ബൈഹഖി, 4 കിതാബു സുഹ്ദ് ലിൽ ഇമാമിൽ ഹനാദ്, 5 മജ്മഉ സവായിദ്, 6 മുസ്നദുൽ ജാമിഉ ദാരിമി, 7 ഇമാം തബറാനി റളിയല്ലാഹു അൻഹു മുഅ്ജമുൽ കബീറിൽ. പുത്തംവാദികളോടുള്ള ചോദ്യം: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഒരു ഡോക്ടർ അല്ലല്ലോ, നിങ്ങൾക്ക് കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ്. അങ്ങനെയിരിക്കെ എന്തിന് ഈ സ്ത്രീ സ്വന്തം കുട്ടിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു? സാധാരണ മനുഷ്യരെ കൊണ്ട് ഭ്രാന്ത് സുഖപ്പെടുത്തുക അസാധ്യമാണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ഡോക്ടറുമല്ല. പിന്നെ ഈ സ്ത്രീ ചോദിച്ച ചോദ്യം കുഞ്ഞീതും അതിനെ പഠിപ്പിച്ച നിർവചനമനുസരിച്ച് ഷിർക്കല്ലേ? കാരണം മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടും സഹായം തേടുക അത് ഷിർക്കാണ് എന്ന് പച്ച മലയാളത്തിൽ നിങ്ങൾ എഴുതിയത് മറന്നിട്ടില്ല മലയാളികൾ. സ്വഹാബികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഏത് പ്രശ്നങ്ങൾക്കും അഭയകേന്ദ്രമായിരുന്നു. ഭ്രാന്ത് പിടിപെട്ട കുട്ടിയുമായിട്ടാണ് സ്വഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നെങ്കിൽ മറ്റൊരു സംഭവം നമ്മൾ മനസ്സിലാക്കുകയാണ്. സംസാരശേഷി നഷ്ടപ്പെട്ട കുട്ടിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സഹായം തേടിയ സ്വഹാബി വനിത. ജാഅത് ഇംറഅത്തുൻ ബിബ്നിൻ ലഹാ ഖദ് തഹറകത് ഖാലത് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബനി ഹാദാ ലം യതകല്ലം മുൻദു വലദ് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്നൈഹി മിന്നി ഫഅദൻതുഹു മിൻഹു ഫഖാല മൻ അന ഫഖാല അൻത റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ത്രീ അവരുടെ കുട്ടിയുമായി, വകതിരിവുള്ള അത്യാവശ്യം വലിയ കുട്ടിയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നബിയെ, എൻ്റെ ഈ കുട്ടി ജനിച്ചത് മുതൽ സംസാരിച്ചിട്ടില്ല നബിയെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയെ തങ്ങളുടെ അടുക്കൽ നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ കുട്ടിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് കുട്ടിയോട് ചോദിക്കുകയുണ്ടായി, ഫഖാല മൻ അന ഫഖാല അൻത റസൂലല്ലാഹ്, ഞാൻ ആരാണ് എന്ന് ആ കുട്ടിയോട് ചോദിക്കുകയാണ്. ജനിച്ചത് മുതൽ സംസാരശേഷിയില്ലാത്ത ആ കുട്ടി അപ്പോൾ ആദ്യമായി പ്രതികരിച്ചു, അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. ഈ ഹദീസ് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ: 1 ദലാഇലുൻ നുബുവ്വ ലിൽ ബൈഹഖി, 2 കിതാബു സുഹ്ദ് ലിൽ ഇമാമിൽ ഹനാദ്, 3 അൽ ഫജ്റുൽ മുനീർ ഫി സ്വലാത്തി അലൽ ബഷീർ നദീർ, 4 അൽ ബിദായത്തു വന്നിഹായ, 5 ഹാഫിദ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖസായിസുൽ കുബ്ര, 6 ഹാഫിദ് ഇബ്നു കസീർ താരീഖിൽ. ഈ പരമ്പരയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത് കുട്ടിയുടെ ഭ്രാന്ത് സുഖപ്പെടുത്താനാണ് ഉമ്മ വന്നതെങ്കിൽ ഇത്തവണ മറ്റൊരു ഉമ്മ സംസാരശേഷി നഷ്ടപ്പെട്ട കുട്ടിക്ക് സംസാരം തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമീപിച്ചിരിക്കുന്നത്. എന്തൊരത്ഭുതം! നമ്മുടെ നാട്ടിലെ ബിദ്അത്തുകാർ പറഞ്ഞതുപോലെ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കൽ ഷിർക്കായിരുന്നുവെങ്കിൽ ആ ഉമ്മയുടെ ചോദ്യം കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് മടങ്ങി വരണമെന്ന് കൽപ്പിക്കുമായിരുന്നു. പക്ഷേ ചോദിച്ച സ്വഹാബിയത്തായ സ്ത്രീക്കും മറുപടി കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തൗഹീദും ഷിർക്കും എന്താണെന്ന് വ്യക്തമായി അറിയാമായിരുന്നത് കൊണ്ട് തന്നെ ഇത്തരം അമാനുഷികമായ നൂതനവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അഭൗതികമായ കാര്യങ്ങൾ അവർ നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിച്ചു പോന്നിരുന്നു. അതിലൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടുകൊണ്ട് സ്വഹാബികളെ സഹായിക്കുകയും ചെയ്തു. അവരാരും തന്നെ അതിൽ ഷിർക്കോ ഷിർക്കിൻ്റെ അംശമെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയവർ ആയിരുന്നില്ല. മറിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ തൗഹീദിൻ്റെ ഭാഗമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.